ചിത്രീകരണ മേഖല എം.പി. ദേവൻ്റെ കാലത്തോടു കൂടിയാണ് ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്പൂതിരിയും എ.എസും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ ആ കലാശാഖയെ വിപുലപ്പെടുത്തുകയും സമ്പന്നമാക്കുകയും ചെയ്തു. അതേ തുടർന്ന് ആ പാതയിൽ വന്ന പ്രതിഭാശാലിയായി മലയാളം കാതോർത്തത് ശ്രീ മദനെയായിരുന്നു. മദൻ ഇന്നിപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഇന്നിപ്പോൾ ഈ മദനുമായി, പ്രശസ്തനായ ഈ രേഖാചിത്രകാരനുമായി നമ്മൾ സംസാരിക്കുന്നത് ഈ സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ സംഭാഷണത്തിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് കലാസ്നേഹിയും ചിത്രകാരന്മാരുടെ പ്രിയ സുഹൃത്തും പ്രത്യേകിച്ച് നമ്പൂതിരിയുടെ ഏറ്റവും ആത്മമിത്രവുമായിരുന്ന ശ്രീ മനോജിൻ്റെ കലാനിലയത്തിൽ വെച്ചാണ്. ഇതിനെ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ഇവിടെ മുറ്റത്ത് ശില്പങ്ങൾ, ഈ മുറിക്കകത്ത് നമ്പൂതിരിയുടെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ചിത്രങ്ങൾ. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് കൂടി പറഞ്ഞിട്ട് വേണം അതിനെ എനിക്ക് ഈ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ. ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും ഒരു ചിത്രകാരൻ്റെ സ്വകാര്യ ചിത്രങ്ങളുടെ ഇത്രയും വലിയൊരു ശേഖരം, ഒരു വ്യക്തി, ഒരു കലാസ്നേഹി, അദ്ദേഹം ചിത്രകാരനൊന്നുമല്ല, അദ്ദേഹം ചിത്രത്തെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു മനോജ്. ഒരുപക്ഷെ ഇങ്ങനെയൊരു ശേഖരം മറ്റൊരിടത്തുണ്ടാവില്ല. അപ്പോൾ ഇത് കാണാൻ കൂടി, ഇത് സന്ദർശിക്കാൻ വന്ന ഈ സന്ദർഭത്തിൽ മദനുമായിട്ട് ചിത്രകലയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. ഈ കലാനിലയത്തിലേക്ക് സ്വാഗതം. മദനൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാതൃഭൂമിയിൽ നമ്പൂതിരിയുടെ അവിടുന്നുള്ള മാറ്റത്തിന് ശേഷം ആ ചിത്രകലാ പ്രവർത്തനത്തിലേക്ക് വന്നയാളാണ്. ഒരുപാട് മലയാളത്തിലെ ഏറ്റവും പ്രതിഭാശാലികളായ ഒരുപാട് എഴുത്തുകാർക്ക് വേണ്ടി മദനൻ വരച്ചിട്ടുണ്ട്. മദനന് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തായിരുന്നു ആദ്യത്തെ തുടക്കം, ആദ്യ അനുഭവം? തുടക്കം എന്ന് പറയുമ്പോൾ മാതൃഭൂമി എന്നെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ തുടക്കം. അത് തന്നെ ഇന്ത്യയിൽ നമ്മളെല്ലാം ആരാധിച്ചിരുന്ന നമ്പൂതിരിയും എ.എസും എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ മലയാളി ചിത്രകാരന്മാർ, അതിലൊരാൾ എ.എസ്. നായർ എന്നെ കണ്ടു. മദൻ അതിൽ വരണം എന്ന് ആവശ്യപ്പെട്ടു, എഴുതി തന്ന ഒരു വ്യക്തി. അതാണ് എൻ്റെ ജീവിതത്തിൽ മാതൃഭൂമിയുടെ ഒരു കടന്ന് വരവിന് സാക്ഷിയാവുന്നത്. അതിൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് നെഞ്ചിടിപ്പായിരുന്നു മാതൃഭൂമിയിൽ കടന്നു വരുമ്പോൾ. എന്താ വെച്ചാൽ ഞാൻ ഇന്നത്തെ പോലെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അന്നില്ല. ഞാൻ വരുന്ന അവസരത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ജനയുഗം വാരിക, ചന്ദ്രിക, ദേശാഭിമാനി, കുങ്കുമം, മലയാളനാട്, ഇങ്ങനെയുള്ള എടുത്തു പറയാൻ അത്രയേ ഉള്ളൂ. ആ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം എന്നും ചിത്രങ്ങൾ വരക്കുന്ന ആൾക്കാരെ ഞാൻ എന്നും ആരാധിച്ചിരുന്നു. അവർക്കങ്ങനെ ഒരു സാധ്യത എങ്ങനെ കിട്ടിയെന്നൊന്നും അറിയില്ല. വളരെ സൂക്ഷ്മമായിട്ട് ഓരോ ആൾക്കാരും വരക്കുന്നത് ഞാൻ നോക്കിയിരുന്നു. അതിലേക്ക് വന്ന മാതൃഭൂമി ക്ഷണിച്ച് അതിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു കഥ കിട്ടിയ സമയത്ത് എനിക്ക് വരക്കാൻ ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു സത്യത്തിൽ. അതായത് ഇത്രകാലം എല്ലാ ദിക്കും ഒരു പ്രസിദ്ധീകരണങ്ങൾ, ഏറ്റവും ഉന്നതമായൊരു പ്രസിദ്ധീകരണം നോക്കി നിൽക്കുന്ന ജനതയ്ക്ക് എൻ്റെ വര എന്തായിരിക്കും ഈശ്വര എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ ആദ്യം വരച്ച ചിത്രം എ.എസിനെ കാണിച്ച് എ.എസ് അതിങ്ങനെ നോക്കി ശരി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതുതന്നെ എൻ്റെ ഒരു വലിയൊരു വിജയമാണ്. ആ കഥ ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന വളരെ കാലത്തെ സ്നേഹിതനായിട്ടുള്ള, ഞാൻ കാണുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അവസരത്തിൽ ഉള്ള വായ്പ്ര രാധാകൃഷ്ണൻ്റെ
ചക്ക എന്ന കഥക്കാണ് ആദ്യമായിട്ട് വരച്ചത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. അതാണ് എൻ്റെ മാതൃഭൂമിയിലെ 1984. ഇന്നിപ്പം ഇത്രയും വർഷമായി, 40 വർഷത്തിനടുത്തായി. അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലുള്ള ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരുടെ ലേഖനങ്ങൾക്കും കഥകൾക്കും അവരുടെ കവിതകൾക്കൊക്കെ ചിത്രം വരയ്ക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഒരു കഥ കിട്ടുമ്പോൾ, ഒരു കവിത കിട്ടുമ്പോൾ, ഒരു ലേഖനം കിട്ടുമ്പോൾ അന്നത്തെ അത്ര അധികം ഇടിപ്പില്ലെങ്കിലും ചെറിയ സ്പന്ദനങ്ങളാണ് എനിക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കില്ല ഇത്രയും വർഷത്തിന് ശേഷം അതിനെന്താ നോക്കാനൊന്നും നോക്കണ്ടല്ലോ, പെട്ടെന്ന് വരച്ചു. അങ്ങനെയല്ല, ഒരു കഥ ഒരു രംഗത്ത് വരുന്നത്, പ്രസിദ്ധീകരിച്ച് വരുന്നത് എൻ്റെതും അദ്ദേഹത്തിൻ്റെതും ഏറ്റവും ഉന്നതമായൊരു വർക്കായിട്ടാണ് വരുന്നത്. അത് എന്തെങ്കിലും തരത്തിലുള്ളൊരു പാളിച്ച അതിൽ വന്നു കഴിഞ്ഞാൽ ആരും തിരുത്താനില്ല. ആ ഒരു ഹൃദയമിടിപ്പാണ് എപ്പോഴും ഒരു കഥ ഒരു പ്രസിദ്ധീകരണത്തിന് എനിക്ക് കിട്ടുമ്പോൾ അനുഭവപ്പെടുന്നത്. ആ അനുഭവമാണ് ഞാൻ ചോദിച്ചത്, എന്തായിരുന്നു ആദ്യ അനുഭവം എന്നുള്ളത്. ആ അനുഭവമാണ് ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ ലാസ്റ്റ് ഒക്കെ വരച്ചത് എം മുകുന്ദൻ്റെ നിങ്ങൾ എന്ന് പറയുന്ന വളരെ നോവൽ, വത്സല ടീച്ചറുടെ കുട്ടിക്കാലം, കിളിക്കാലം, സി രാധാകൃഷ്ണൻ്റെ ഒരു വലിയൊരു നോവൽ, സേതുവിൻ്റെ ആത്മകഥ, ഇതൊക്കെ ഈ അവസാന കാലത്ത് ഇതൊക്കെ വരുമ്പോഴും ആദ്യം ആ ഇടിച്ച അതേ ഹൃദയമിടിപ്പ് ഇത് വന്ന് കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും ഒരു പാട്ടുകാരൻ എത്ര പാടിയാലും മൈക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതുണ്ടാവില്ല, ഒരു ഈശ്വര എന്നുള്ളൊരു വിളി. ആ വിളി ഇപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചിത്രീകരണത്തിൻ്റെ കാര്യത്തിൽ നമുക്കിങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വേണമെങ്കിൽ പങ്കുവയ്ക്കാം. അതെ അതെ. പക്ഷേ ചിത്രീകരണത്തിൽ മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ മദനിൽ കാണുന്ന വേറൊരു സവിശേഷത, ഈ മദനൻ യാത്ര ചെയ്യുന്നത്, മദനൻ കാണുന്ന കാഴ്ചകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പഴയ കെട്ടിടങ്ങൾ, ക്ഷേത്ര ഗോപുരങ്ങൾ, വലിയ ആൾത്തിരക്കേറിയ വലിയ ഉത്സവ മേളങ്ങൾ എന്ന് വേണ്ട, ഇന്ത്യ മുഴുവൻ ഇന്ത്യക്കകത്തും പുറത്തും വിദേശത്തുമൊക്കെ യാത്രാനുഭവങ്ങൾ. ഇപ്പോൾ ഈയിടെ ലണ്ടനിൽ പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയൊക്കെ പോകുമ്പോൾ മറ്റൊരു ചിത്രകാരന്മാർ, മറ്റു പലരും അത് അവരുടെ മനസ്സിലേക്ക് ഒപ്പിയെടുക്കുകയും ആ രംഗങ്ങൾ ഒപ്പിയെടുക്കുകയും അവരൊരു പക്ഷേ അവരുടെ ഹോട്ടൽ മുറിയിലോ ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിലോ വന്നിരുന്ന് അവർ പെയിൻറ്റ് ചെയ്യുകയോ അവരതിനെ പുനഃസൃഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിരന്തരമായി യാത്രകളിൽ താൻ കാണുന്ന ദൃശ്യങ്ങളെ മുഴുവൻ വളരെ സൂക്ഷ്മമായ രേഖാചിത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രകാരനെ ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ പരിമിതമായ അറിവിൽ വെച്ച് മദനിലാണ് ഞാനത് കാണുന്നത്. എങ്ങനെയാണ് ഈ ശീലങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ ഈ നമ്മുടെ കേരളീയ വാസ്തുവിദ്യ രീതിയിലുള്ള ഈ കെട്ടിടങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ചിത്രകലയുടെ ഏറ്റവും സൂക്ഷ്മാംശങ്ങളെ ആവശ്യപ്പെടുന്ന രേഖാചിത്രത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് ആ കെട്ടിടങ്ങളൊക്കെ. ഒരു ഫ്ലാറ്റ് വരയ്ക്കുന്ന പോലെയല്ല ഈ പൂമുള്ളി മന വരയ്ക്കുന്നത്, അല്ലെങ്കിൽ വരിക്കാശ്ശേരി മന വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗോപുരം, ഇപ്പോൾ മധുര മീനാക്ഷി ഗോപുരം പകർത്തുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊരു ശീലം അല്ലെങ്കിൽ ഇങ്ങനെയൊരു രീതിയിലേക്ക് മദനം വന്നത്? ഞാൻ പിന്നെ കുട്ടിക്കാലം മുതലേ വരക്കാനുള്ളൊരു അന്തരീക്ഷമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഞാനിങ്ങനെ കണ്ടു വളരുന്നത് ചിത്രകല വീട്ടിലിങ്ങനെ വളരുന്ന ഒന്നിച്ചിങ്ങനെ ആ ശ്വാസത്തിൻ്റെ ഒന്നിച്ച് ഞാനും വളരുകയാണ്. അങ്ങനെ ഓരോ അന്ന് ചെറിയ പ്രായത്തിലൊക്കെ നല്ല ചിത്രങ്ങൾ കണ്ടുകിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ പോലെ പ്രസിദ്ധീകരണങ്ങളൊന്നുമില്ല. കേരളത്തിൽ നോർത്ത് ഇന്ത്യയിലെ പ്രസിദ്ധീകരണം വളരെ കുറച്ചായിരുന്നു കേരളത്തിലെത്തിയിരുന്നത്. ഞാനിങ്ങനെ SLC എല്ലാം എത്തുന്ന സമയത്ത്, 10ാം തരത്തിലെല്ലാം എത്തുന്ന സമയത്താണ് കുറച്ചെങ്കിലും പ്രസിദ്ധീകരണങ്ങളെ കണ്ടുപിടിക്കേണ്ടിയിട്ട് ലൈബ്രറികളെല്ലാം തിരിച്ചത്. കുട്ടിക്കാലത്തെ സ്വന്തമായിട്ട് വരക്കാനും പെയിൻറ്റ് ചെയ്യാനും എഴുതാനും നല്ല നല്ല വർക്കുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് മനസ്സിൽ. ഒരു ഇഷ്ടം തന്നെയാണ് വളർന്നു വരുന്ന സമയത്ത്
ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിലെ കൂടി നടന്നു പോകുന്ന കാഴ്ചകളല്ല എന്നെ ഒരു വരക്കാൻ ഇതാ നിനക്ക് മകന്റെ വരക്കാനില്ല പ്രകൃതി ഒരുക്കിയിരിക്കുന്നു എന്നൊരു പ്രതീതിയിലാണ് ഞാൻ നടക്കുന്നത്. ഒരു യാത്രകളിൽ ഞാൻ കാണുന്നു, നടന്നു പോകുമ്പോൾ കാണുന്നതും ബസ്സിലും ട്രെയിനിലും വിമാനത്തിലും ഒക്കെ പോകുമ്പോൾ എല്ലാ ചിന്തകളും കണ്ണിലെ കൂടി കാണുന്നതിലോ ആർട്ട് പറഞ്ഞു പോലെ ആകാശമായാലും ഭൂമിയായാലും ജലാശയമായാലും മനുഷ്യരായാലും സ്ത്രീ കഥാപാത്രങ്ങളായാലും പുരുഷനും കുട്ടി എന്ന് വേണ്ട എല്ലാം തന്നെ നമ്മളെന്ത് ഈ കെട്ടിടങ്ങൾ വരക്കാൻ എനിക്ക് വളരെ താല്പര്യമാണ് പൊതുവെ. അത് എനിക്ക് എവിടുന്നാ അത് കിട്ടിയത്? അത് പാരമ്പര്യം തന്നെയാണ്. പാരമ്പര്യമാണ്. ഞങ്ങൾ എല്ലാവരും വീട്ടിലെ അച്ഛനാണ്. ഞാൻ എവിടുന്നും ആർട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചിത്രകല ഒരു സ്ഥലത്തുനിന്നും പഠിച്ചിട്ടില്ല. വീട്ടിൽ ഗുരുകുല സമ്പ്രദായത്തിൽ അച്ഛൻ ചിത്രകല പഠിപ്പിച്ചിരുന്നു. അച്ഛൻ KCS പണിക്കർ വരുന്നതിന് മുമ്പേ മദ്രാസ് ഫൈൻ ആർട്സ് കോളേജിൽ DP റോയ് ചൗധരിൻ്റെ ശിഷ്യനായിട്ടാണ് അച്ഛൻ വളരുന്നത്. 60 കാലഘട്ടത്തിൽ അച്ഛൻ്റെ അമ്മാവൻ അമ്പാടി മാസ്റ്റർ, വേറൊരു ഇളച്ചൻ ആയുള്ള നാരായൺ മാസ്റ്റർ, ഇവർ 3 പേരും ചേർന്ന് 60കളിലും മദ്രാസിൽ താമസിച്ച് കണ്ണൂർ ജില്ലേൻ്റെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് പോയി വളരെ ദാരിദ്ര്യപ്പെട്ട ഒരു കാലത്ത് പോയി അവിടുന്ന് പഠിച്ച് വന്ന ആ ഒരു ശിക്ഷണ രീതി വീട്ടിൽ നിന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ ഒരു പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് ദാനം പോലെ അച്ഛൻ ചിത്രകല പഠിപ്പിച്ചിരുന്നു. പൈസ വാങ്ങില്ല, കുട്ടികളെ ദാരിദ്ര്യം കണ്ടിട്ടും കാര്യങ്ങൾ. അങ്ങനെ കുട്ടികൾക്ക് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ, പെയിൻറ്റിങ് രീതി, ഡിസൈൻ രീതി, ജോമെട്രിക്കൽ രീതി, ഇതൊക്കെ വരച്ച് പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൊണ്ട് കണ്ടു തുടങ്ങിയതാണ്. അതായിരുന്നു ഈ വരകൾക്ക് അതിൻ്റെ സൂക്ഷ്മത പിന്നീട് ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയെന്ന് വേണം പറയാം. അത് ഇതിപ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ചാൽ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകാം. പക്ഷെ നമുക്ക് വേറൊരു കൗതുകത്തിലേക്ക് വരാം.